ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു റാഗി വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റാഗി വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 250 ഗ്രാം കരിപ്പെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. തെങ്ങിൻ ചക്കര എന്നൊക്കെ പറയണതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കരിപ്പെട്ടിക്ക് പകരം ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ കരിപ്പെട്ടി നന്നായിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഒരു നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നാൽ മതി. ഇപ്പോൾ കരിപ്പെട്ടിയൊക്കെ ഇവിടെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇതിൽ കല്ലും പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാനായിട്ട്. ഇപ്പം ഞാനിവിടെ ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 ടേബിൾ സ്പൂൺ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ തീയൊന്നും കത്തിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം, കപ്പി കാച്ചിയെടുക്കണം. അപ്പോൾ കൈ വിടാണ്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അരിപ്പൊടി ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പുട്ടുപൊടിയോ പത്തിരിപ്പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ അരിപ്പൊടി ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇനി പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അരിപ്പൊടി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറി വരുമ്പോൾ നന്നായിട്ട് തന്നെ കട്ടയായിട്ട് വരും. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കപ്പി കാച്ചി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കപ്പി കാച്ചിയതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറുക്കിയെടുത്ത അരിപ്പൊടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് കട്ടയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറി വന്നപ്പോൾ ഇത് എല്ലാതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരയണില്ലെങ്കിൽ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് റാഗിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് 240 ml കപ്പാണ്. അതിൽ 1.5 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് എന്ന് പറയണത് 250 ഗ്രാമാണ് ഉണ്ടാവുക. അപ്പോൾ 250 ഗ്രാം റാഗിപ്പൊടിക്ക് 250 ഗ്രാം കരിപ്പെട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒരു മീഡിയം മധുരമാണ് ഉണ്ടാവുക. ഇനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടി ചേർക്കാം. ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശർക്കരപ്പാനി മുഴുവനും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ റാഗിപ്പൊടി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഈ സമയത്തിൽ മാറ്റം വരും. അപ്പോൾ എനിക്കിതൊരു 2.5-3 മണിക്കൂറിൽ തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് മുമ്പ് ഞാൻ കുറച്ച് വെളുത്ത എള്ളും അണ്ടിപ്പരിപ്പും ഒന്ന് ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വട്ടയപ്പം റെഡിയായി വരുമ്പോൾ ഇതൊന്നും അണ്ടിപ്പരിപ്പൊന്നും കാണാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ അണ്ടിപ്പരിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാവൊക്കെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റാഗി വട്ടയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 35 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് വെന്ത് വരാനായിട്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു വട്ടയപ്പമാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വട്ടയപ്പമാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.